മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന എമ്പുരാന്റെ റിലീസ് മാർച്ച് 27-നായിരുന്നു. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ ചിത്രം ഏറ്റവും വേഗത്തിൽ 100 കോടി 200 കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള സിനിമ എന്ന നേട്ടം സ്വന്തമാക്കി. ഇതിനിടയിൽ ചിത്രത്തിലെ ചില രംഗങ്ങളുടെ പേരിൽ വിവാദങ്ങളും ആളിക്കത്തി. ഒടുവിൽ ചിത്രം റീഎഡിറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ തയ്യാറാവുകയായിരുന്നു. 24 മാറ്റങ്ങളോടെയാണ് ചിത്രം വീണ്ടും പ്രദർശനത്തിന് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഈ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തിരുന്നു. എഡിറ്റിന് പിന്നാലെ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗിൽ നേരിയ കുറവുണ്ടായെങ്കിലും റീഎഡിറ്റിംഗ് ആസ്വാദനത്തെ ബാധിച്ചിരുന്നാണ് തിയേറ്റർ ഉടമകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 2-ാം തീയതിയിലെ ബുക്ക് മൈ ഷോയിലെ വിവരങ്ങൾ പുറത്തുവരികയാണ്. ലിസ്റ്റിൽ എമ്പുരാൻ തന്നെയാണ് ഒന്നാമത്. 1,14,000 ടിക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം മാത്രം ബുക്ക് മൈ ഷോയിൽ എമ്പുരാന്റേതായി വിറ്റഴിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എമ്പുരാന് തൊട്ടുതാഴെ സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദറാണ്. 84,000 ടിക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം സിക്കന്ദറിന്റേതായി വിറ്റുപോയത്. 3-ാം സ്ഥാനത്തുള്ളത് ഒരു റീ റിലീസ് ചിത്രമാണ്. അല്ലു അർജുൻ നായകനായി എത്തിയ 2009 റിലീസ് ചെയ്ത ആര്യ 2 ആണിത്. പ്രീസെയിൽ ബുക്കിംഗിലൂടെ 27,000 ആര്യ 2 നേടിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് പുത്തൻ റെക്കോർഡുകൾ സമ്മാനിച്ചു മുന്നേറുകയാണ് എമ്പുരാൻ. റിലീസ് ചെയ്ത് 5 ദിവസത്തിലാണ് ചിത്രം 200 കോടി ക്ലബിലെത്തിയത്. മലയാളത്തിന് പുറമെ ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ് തുടങ്ങിയ ഭാഷകളിലായിരുന്നു ചിത്രം റിലീസിനെത്തിയത്. അന്നേ ദിവസം തന്നെ തമിഴ്നാട്ടിൽ വിക്രം ചിത്രവും പ്രദർശനത്തിനെത്തിയിരുന്നു. വീരധീരസൂരനായിരുന്നു ആ ചിത്രം. വിക്രം ചിത്രവും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. തമിഴകത്ത് മറ്റു റിലീസുകളൊന്നും നിലവിലില്ലാത്തതിനാൽ എമ്പുരാനും വീരധീരസൂരനും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. ഈ അവസരത്തിൽ ഇരു ചിത്രങ്ങളും 6-ാം ദിനം നേടിയ കളക്ഷൻ വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ബോക്സ് ഓഫീസ് സൈറ്റായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2.4 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ നിന്നും ചിത്രം നേടിയത്. 6-ാം ദിനത്തിൽ ആകെ നേടിയത് 2.52 കോടിയും. എന്നാൽ എമ്പുരാന് 5 ലക്ഷമാണ് 6-ാം ദിനം തമിഴ്നാട്ടിൽ നിന്ന് നേടാനായതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.